ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ തകരാറിലായ വാട്ടർ ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കൗമാരക്കാരെ ഇന്ത്യൻ വ്യോമസേന സാഹസികമായി രക്ഷപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയോടെ ഗോരഖ്പൂരിലെ സിദ്ധാർത്ഥ് നഗർ പ്രദേശത്താണ് സംഭവം നടന്നത്. കാൻഷ്റാം ആവാസ് കോളനിക്ക് സമീപമുള്ള പഴയ വാട്ടർ ടാങ്കിന്റെ ഗോവണി തകർന്നു വീണാണ് അപകടമുണ്ടായത്. ടാങ്കിന് മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ച 5 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഗോവണി തകർന്ന് താഴേക്ക് വീണ 3 കുട്ടികളിൽ ഒരാളായ സിദ്ധാർത്ഥ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ 14 വയസ്സുകാരൻ ഗോലു, 11 വയസ്സുകാരൻ സണ്ണി എന്നീ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗോവണി തകർന്നതോടെ ടാങ്കിന് മുകളിൽ കുടുങ്ങിപ്പോയ പവൻ, കല്ലു എന്നിവരെയാണ് വ്യോമസേന രക്ഷിച്ചത്. രാത്രിയിൽ പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ടാങ്കിന്റെ ഉയരവും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വ്യോമസേനയുടെ സഹായം തേടി. ഞായറാഴ്ച പുലർച്ചെ 5:15 പ്രയാഗ്രാജിലെ സെൻട്രൽ എയർ കമാൻഡിൽ നിന്നുള്ള Mi-17 V5 ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുട്ടികളെ സുരക്ഷിതമായി താഴെയിറക്കി. ഏകദേശം 15 മണിക്കൂറോളമാണ് കൗമാരക്കാർ ടാങ്കിന് മുകളിൽ കുടുങ്ങിക്കിടന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഈ വാട്ടർ ടാങ്ക്. മരിച്ച കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു.